friends, welcome to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റാണി പോളയാണ്. അതിനു വേണ്ടി ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മസാല പിടിക്കാൻ വേണ്ടി അരമണിക്കൂർ പിടിക്കാൻ വേണ്ടി അരമണിക്കൂർ അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ പൊരിച്ചിട്ട് ഇനി നമുക്കിതിന് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം. വേണ്ടത് വലിയുള്ളി, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പിന്നെ പച്ചമുളക്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർക്കാം. നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് ഗരം മസാല. ഇത് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കനാണ്. നമുക്ക് ഇത് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ട ബാറ്റർ റെഡിയാക്കാം. ഇതിന് വേണ്ടത് 3 മുട്ട, 3 മുട്ട, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട നല്ലോണം ബീച്ചായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് തരാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മൈദ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇതിലേക്ക് കൂട്ടിട്ട് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് അയച്ച് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്ന പോകണമെന്ന് ബേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ നിൽക്കാൻ നിങ്ങൾ കടിയിലൊരു പാൻ വെക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് എണ്ണ കൊണ്ടൊരു ഗ്രീസ് ചെയ്യാം. ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കാപ്സിക്കം പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വാപ്പാപ്പൻ്റെ കിച്ചൺ ഗാർഡനിൽ നിന്നാണ് പറിച്ചത്. കണ്ടില്ലേ? അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിൻ്റെ ഇലയും, പിന്നെ റൗണ്ട് ടേപ്പിൽ തക്കാളി, റൗണ്ട് ഷേപ്പിൽ കാപ്സിക്കോ ഞാൻ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ആയോന്ന് നോക്കാം. 15 മിനിറ്റ് ഏകദേശം അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം.
ഇനി നമുക്ക് എന്തൊന്ന് തുറന്ന് കുത്തി നോക്കാം. ഇപ്പം നമ്മൾ ഇത് നന്നായിട്ട് വെന്തിച്ചിട്ടുണ്ട് കണ്ടില്ലേ. നമുക്ക് ഇത് കൂടുതൽ നമ്മുടെ റോണിപ്പോൾ അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സൂപ്പറായിട്ടുണ്ട്. തരാം.